ഇന്ന് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി ആലപ്പുഴയിലുണ്ടായിരുന്നു. ചേച്ചീൻ്റെ വക ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല കഴുകി ഒരു 8-10 തവണ കഴുകിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല പൂഴി ഉണ്ടാവും. അതുകൊണ്ട് നല്ല കഴുകി എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നമ്മളതിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം വെന്തു. അപ്പം നമ്മൾ അതിന് ആ പാകത്തിനായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ: ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, കരിവേപ്പിൻ്റെ ഇല, കുറച്ച് വലിയ ഉള്ളി, ഇതെല്ലാം കൂടി. പിന്നെ പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച മസാലപ്പൊടി. അപ്പോൾ നമ്മൾ ചരുവത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം വഴറ്റി വരുമ്പോഴേക്കും നമ്മളതിലേക്ക് നമ്മുടെ കരിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയില, പച്ചമുളകും, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം ഇട്ടു. ഏകദേശം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മുടെ മസാലക്കൂട്ട്, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി നല്ലോണം ഇട്ടിട്ട് ഇളക്കി. എന്നിട്ട് അതൊന്ന് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മുടെ വറുത്ത് പൊടിച്ച് പട്ടയും ഗ്രാമ്പും മസാലപ്പൊടി ഒന്നിട്ടു. കുറച്ച് ഉപ്പ് ഇട്ടു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കക്ക ഇറച്ചി ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഒരു അരമണിക്കൂറോളം ഏകദേശം സിമ്മിലിടണം കേട്ടോ. ഇട്ട് നമ്മൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ല മുരുമുരുന്നനാവണം. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ കറക്റ്റായിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. അപ്പോൾ റെഡി നമ്മുടെ കക്ക ഇറച്ചി. ഓക്കെ, താങ്ക് യു.